ദി അക്വലൈറ്റ് സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ സീരീസ് ആയിരുന്നു. 8 എപ്പിസോഡുള്ള ഒരു സീരീസിൻ്റെ ഫിനാലെ ആയിരുന്നു ഇന്ന്. ഒരുപാട് പ്രതീക്ഷയോടെ കാണാൻ പോയതാണ്. കാരണം അസോക്കയാണ് ഇതിനു മുമ്പ് സ്റ്റാർ വാർസിൻ്റെ സീരീസ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു കിടിലൻ സീരീസ് ആയിരുന്നു. കാരണം അതിനകത്ത് അനക്കിൻ സ്കൈ വാക്കർ അല്ലെങ്കിൽ ഡാർത്ത് വേഡറിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ലൊരു ഫീൽ തന്ന സീരീസ്. അപ്പോൾ അത്രയും പ്രതീക്ഷയോടെ ഈ ഒരു സീരീസ് കാണാനായിട്ട് പോകുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ഒരു ഓക്കെ എപ്പിസോഡ്, അത് കണ്ടു, ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പളി എന്നുള്ളത്. കാരണം ഇത്രയും വേസ്റ്റായിട്ടൊരു സീരീസിനകത്ത് ഓഷ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഇത്രയും കഴിവുകെട്ട ഒരു ക്യാരക്ടർ ഇതിനകത്ത് 8 എപ്പിസോഡിലും ഇത് കഴിവുകെട്ട ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട്. അവസാനം ഇതിൻ്റെ ഒരു ഡാർക്ക് സൈഡൊക്കെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി കുറച്ച് ജഡായികളുടെ മർഡറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെയാണ് കാണിച്ചു പോകുന്നത്. ഓഷ എന്ന് പറയുന്ന ക്യാരക്ടറും മെയ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഇവർ രണ്ട് ട്വിൻസാണ്. അപ്പോൾ ഇവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ 4, അതായത് മരിക്കുന്ന 4 ജഡൈകളുണ്ട്. അവരുമായിട്ട് റിലേഷൻ എന്താണെന്നൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത്. പക്ഷേ ഇത്രയും കൂതറ ഒരു സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല. സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിയിൽ തന്നെ ദ വേഴ്സ്റ്റ് സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു സീരീസാണിത്.